നമസ്കാരം. കാഷ്വൽ ടോക്കിലേക്ക് സ്വാഗതം. ഇപ്പോൾ രണ്ട് കേന്ദ്രമന്ത്രിമാർ കേരളത്തിനായിട്ടുണ്ട്. അപ്പോൾ അതിൽ സുരേഷ് ഗോപിയുടെ കാര്യം ഏകദേശം ഉറപ്പായതായിരുന്നു. സർപ്രൈസ് ആയിട്ട് കിട്ടിയതാണ് മുൻ ന്യൂനപക്ഷ കമ്മീഷന്റെ അധ്യക്ഷൻ കൂടിയായിരുന്ന ജോർജ് കുര്യൻ. അദ്ദേഹം കൂടി മന്ത്രിസ്ഥാനത്ത് എത്തിയപ്പോൾ പലതുണ്ട് നേട്ടം എന്നാണ് പറയുന്നത്. കേരളത്തിന് മുൻകാലങ്ങളിലും മന്ത്രിമാരുണ്ടായിട്ടുണ്ട്. അപ്പം ഇവരിലൂടെ മാത്രം ഇപ്പൊ ആദ്യമായിട്ട് കിട്ടിയ പോലെ നമ്മൾ കാണുന്നതാണ്. പക്ഷെ ഇതിനകത്ത് സുരേഷ് ഗോപി ഇപ്പം മന്ത്രിയാകുമെന്നുള്ളത് നേരത്തെ ഒരു കണക്കൂട്ടലുണ്ടായിരുന്നു. അപ്പം തൃശ്ശൂരിൽ പ്രചാരണം നടക്കുമ്പോൾ തന്നെ പറഞ്ഞത് നിങ്ങൾക്കൊരു കേന്ദ്രമന്ത്രിയാണ് കിട്ടാൻ പോകുന്നത് എന്ന തരത്തിലായിരുന്നു. അപ്പൊ അത് യാഥാർത്ഥ്യമാവുകയും ചെയ്തു. സഹമന്ത്രിയോ സ്വതന്ത്ര ചുമതലയുള്ളതോ ക്യാബിനറ്റോ അത് മാറ്റിവെക്കുക, എന്തായാലും ഒരു കേന്ദ്രമന്ത്രിയാണ്. പക്ഷെ എല്ലാവരെയും പോലും പാർട്ടിയെ മുഴുവൻ ഞെട്ടിച്ച കാര്യം ഈ ജോർജ് കുര്യൻ മന്ത്രിയായതിലാണ്. ജോർജ് കുര്യൻ മന്ത്രിയായതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറെ കാര്യമുണ്ട്. ആ ഒന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ കാലത്ത് അൽഫോൺസ് കണ്ണന്താനം, അതുപോലെ തന്നെ ഈ CPM-ൽ നിന്ന് കോൺഗ്രസിലേക്ക് പോയി, കോൺഗ്രസിൽ നിന്ന് BJP-യിലേക്ക് വന്ന അബ്ദുള്ള കുട്ടി, BJP-യുടെ ദേശീയ ഉപാധ്യക്ഷൻ. അങ്ങനെ ഈ ന്യൂനപക്ഷ മുഖങ്ങളൊക്കെ BJP പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. അതുപോലെ ഇപ്പൊ ഇവിടെ അതുപോലെയല്ല. പക്ഷെ അങ്ങനെ പറയുകയാണെങ്കിൽ അൽഫോൺസ് കണ്ണന്താനത്തിനോട് ഉദ്ദേശിച്ചതും ഇതേ ലക്ഷ്യം തന്നെയായിരുന്നു. പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്നും ഒരു സ്വാധീനം ഉണ്ടാക്കുക, ഒരു മേൽക്കൈ ഉണ്ടാക്കുക എന്ന ലക്ഷ്യമായിരുന്നു. അത് പക്ഷെ പാളിപ്പോയെന്ന് പറയുന്നില്ലേ? വേണ്ടത്ര ഫലം കണ്ടില്ല. വേണ്ടത്ര ഫലം കണ്ടില്ല എന്ന് പറയാൻ പറ്റത്തില്ല. ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും കേരളത്തിലെ BJP-യുടെ വോട്ട് വിഹിതം വർദ്ധിച്ചിട്ടേ ഉള്ളൂ. ഈ ക്രൈസ്തവ സഭകളിൽ നിന്നുള്ള വോട്ട് എത്രത്തോളം വന്നു? പക്ഷെ ഇത്തവണ നടന്ന തിരഞ്ഞെടുപ്പില് പ്രധാനമായിട്ടും 20% അടുത്ത വോട്ട് വിഹിതം അവർ വർദ്ധിപ്പിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ 20% കിട്ടണമെങ്കിൽ ഇതുവരെ ഉണ്ടായിരുന്ന LDF-ന്റെ വോട്ട് ബാങ്ക് പിളർത്തിയിട്ടില്ല എന്ന് അവർ പറയുന്നെങ്കിൽ അവിടെ നിന്ന് വോട്ട് പോയി എന്നുള്ളത് നമുക്ക് ആലപ്പുഴയിലും അതുപോലെ തൃശ്ശൂരും ഒക്കെ സംഭവിച്ചതിലൂടെ മനസ്സിലാക്കാവുന്നതാണ്, തിരുവനന്തപുരത്ത് അടക്കം. അപ്പോ ന്യൂനപക്ഷ വോട്ടുകൾ നല്ല രീതിയിൽ ഒന്ന് ഏകീകരിച്ച് കൊണ്ടുവരാനുള്ള ഒരു ശ്രമം അത് സുരേഷ് ഗോപി ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ സുരേഷ് ഗോപി നടത്തിയിട്ടുണ്ട്. അത് നമ്മൾ വാർത്തകളിലൂടെ ഒക്കെ തന്നെ കണ്ടതാണ്. അത് ഗുണഫലമായി വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് കൂടി ഉപയോഗപ്രദമാകുന്ന രീതിയിൽ, അല്ലെങ്കിൽ BJP അധികാരത്തിലെത്തിയാൽ ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്ക് പ്രയോജനമുണ്ട് എന്ന് തെളിയിക്കാൻ കഴിയുന്ന ഏറ്റവും മികച്ചൊരു പ്രതിനിധിയാണ് ജോർജ് കുര്യൻ എന്ന് പറഞ്ഞാൽ അതിൽ തർക്കിക്കാൻ ഒന്നും തന്നെ ഇല്ലെന്നാണ് ഇപ്പോൾ ഏവരും വ്യക്തമാക്കുന്നത്. നേരത്തെ പറഞ്ഞതിന്റെ ഒരു ബാക്കിയിട്ട് ഈ അനിൽ ആന്റണി ഇറക്കി, അതും വേണ്ടത്ര ഫലം കണ്ടില്ല. പത്തനംതിട്ടയിലൊന്നും വേണ്ടത്ര വോട്ട് വിചാരിച്ച പോലെ നേടാൻ കഴിഞ്ഞിട്ടില്ല. സുരേന്ദ്രൻ നേടിയത്ര വോട്ടൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ജോർജ് കുര്യനെ ഇറക്കിയതിന്റെ കാരണം 80കളിലൊക്കെ ജോർജ് കുര്യൻ, അതായത് ജോർജ് കുര്യൻ പണ്ട് പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലം മുതല് AVP-യിലെ പ്രവർത്തകനായിട്ട് കടന്നു വന്നതാണ്. അന്നൊക്കെ AVP എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് മാറ്റി നിർത്തുമായിരുന്നു. പ്രത്യേകിച്ച് ക്രൈസ്തവ സഭകളില് അവരെ അകറ്റും, കുറ്റപ്പെടുത്തും. എത്രയോ പേര് ജോർജ് കുര്യനെ കുറ്റപ്പെടുത്തും. എനിക്ക് തോന്നുന്നു മുൻപൊരു സമയത്ത് സാറ് തന്നെ ജോർജ് കുര്യൻ അഭിമുഖം നടത്തിയായിട്ടുള്ളൊരു ഇത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു യുവമോർച്ചയുടെ സമയം മുതൽ തന്നെ പ്രവർത്തിച്ചു തുടങ്ങിയതാണ്. അപ്പൊ അന്നൊക്കെ മറ്റുള്ളവർ പറയുന്നത് എന്തിനാ BJP ചേരുന്നത്, പകരം വല്ല കേരള കോൺഗ്രസിലോ UDF-ലോ ഒക്കെ ചേർന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും സ്ഥാനമാനങ്ങൾ കിട്ടത്തില്ലേ എന്ന് പറഞ്ഞു. പക്ഷെ കൺസിസ്റ്റന്റ് ആയിട്ട് ഇത്രയധികം ഏകദേശം 10-40 വർഷത്തോളം ഉറച്ചു നിൽക്കുന്ന ഒരു നിലപാട് തന്നെയാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. ഒരു പരാതിയും ഒരു പരിഭവവും ഒരു വിവാദവും ഇതുവരെ കേട്ടിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അത് നിശബ്ദനായിട്ട് അങ്ങനെ അദ്ദേഹം കടന്നു പോവുക. പക്ഷെ ശക്തമായ മൂർച്ചേറിയ വാക്കുകൾ ചാനൽ ചർച്ചയിൽ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ആ തരത്തിലൊക്കെ അപ്പൊ അങ്ങനെ ഈ ആൾക്കാർക്ക്, പ്രത്യേകിച്ച് ഈ കോട്ടയത്തെ ഈ ക്രിസ്ത്യാനികൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ BJP എന്നൊക്കെ പറഞ്ഞാൽ അടുപ്പിക്കാത്ത ഒരു കാലമായിരുന്നു അത്. ആ സമയത്ത് പോലും അദ്ദേഹം മുറുകെ പിടിച്ചു നിന്നു എന്നുള്ളതാണ്. അങ്ങനെ കടന്നു വന്ന ആളാണ്. രാജഗോപാലിന്റെ കൂടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് ഇരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു കേന്ദ്രത്തിൽ ഒരു നല്ല പരിചയം ഇദ്ദേഹത്തിന്, ഒരു അനുഭവ സമ്പത്ത് അദ്ദേഹത്തിനുണ്ട് എന്നുള്ള കാര്യം എനിക്ക് തോന്നുന്നു സുരേഷ് ഗോപിയേക്കാൾ നല്ല മന്ത്രിയായിരിക്കും. കാരണം നമ്മൾ ഈ സിനിമയല്ലല്ലോ മന്ത്രി പദവിയിലേക്ക് വരുമ്പോൾ അവിടെ കാര്യങ്ങളൊക്കെ ഭരണ പരിചയം വേണം. ഇതെങ്ങനെ പല കാര്യങ്ങളും കേരളത്തിലേക്ക് കൊണ്ടുവന്ന് നടപ്പിലാക്കാം. അവിടെ മന്ത്രിയായിട്ടിരുന്ന് അങ്ങനെ ഓർഡർ ഇട്ടുകൊണ്ടിരുന്നൊന്നും കാര്യങ്ങൾ നടക്കത്തില്ല. ഇത് ഉദ്യോഗസ്ഥ തലത്തിലൊക്കെ ചെന്ന് കാര്യങ്ങൾ നീങ്ങണം, എന്നാൽ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അപ്പൊ അതിന് വളരെ പ്രാപ്തനാണ് ജോർജ് കുര്യൻ എന്നുള്ളതിനകത്ത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അപ്പൊ ജോർജ് കുര്യനെ ഇറക്കിയതിലൂടെ ഇനിയിപ്പോൾ BJP ലക്ഷ്യമിടുന്നത് ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുണ്ടല്ലോ, 2026-ലെ അല്ല, ഉപതെരഞ്ഞെടുപ്പ് വരുന്നുണ്ട് രണ്ടിടത്ത്. പാലക്കാട് ഷാഫി പറമ്പില് വടകരയിൽ നിന്ന് MP ആയി ജയിച്ചു പോയതിന്റെയും
ആലത്തൂരിൽ നിന്ന് പിന്നെ രാധാകൃഷ്ണൻ ജയിച്ചു പോയത് ചേലക്കരയിൽ. അതുപോലെ വയനാടും നടക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അതെ, വയനാടും ഉണ്ട്. അപ്പൊ എന്തായാലും വയനാട് വോട്ട് വിഹിതം എങ്ങനെയെങ്കിലും വർദ്ധിപ്പിക്കുക, അതുപോലെ തന്നെ പിന്നെ പാലക്കാട് വിജയത്തിലും എത്തുകയും വേണം. അതിനു വേണ്ടി തന്നെയാണ് ഈ നീക്കങ്ങൾ ഇപ്പോൾ തന്നെ അവർ തുടങ്ങും. 2026 ഇത് ശക്തമാകും. അതിനിടയ്ക്ക് 2025 തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുമുണ്ട്. അപ്പോൾ ഈ ക്രൈസ്തവ സഭകളുമായിട്ട് കൂടുതൽ ഇപ്പോൾ തന്നെ ആ മണിപ്പൂർ വിഷയത്തിലെ ജോർജ് കുര്യൻ വളരെ ശക്തമായിട്ട് ഇടപെടൽ നടത്തിയ ആളാണ്. പലരും വളരെ ക്രൈസ്തവ സഭകളൊക്കെ എതിർത്ത് നിന്ന സമയത്ത് അവിടെ വിശദീകരണം കൊടുക്കാനായിട്ട് ജോർജ് കുര്യനാണ് സാധിച്ചത്. ഇപ്പോഴും ജോർജ് കുര്യന് എല്ലാ തരത്തിലുള്ള എല്ലാ സഭകളും ഒക്കെ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അത് തന്നെ ഒരു ശുഭസൂചകമായിട്ടാണ് പിന്നെ BJP-യുടെ കേന്ദ്ര നേതൃത്വം കാണുന്നത്. അപ്പോൾ എന്തായാലും ഇപ്പൊ സുരേഷ് ഗോപി തൃശ്ശൂരിലെ ക്രൈസ്തവ സഭകളുടെ വോട്ട് മുഴുവൻ സമാഹരിച്ചു എന്നുള്ളത് ഉറപ്പായിട്ടുള്ള യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം. അത് അതിനകത്ത് ഒരുപക്ഷെ പിന്നെ സുരേഷ് ഗോപിയുടെ ഒരു സിനിമ പരിവേഷം, വ്യക്തിപ്രാഭവം, സാമൂഹ്യ സേവനം ഇതൊക്കെ തന്നെ അതിന് കാരണമായിട്ട് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ പാർട്ടി തലത്തില് അപ്പൊ ഈ സുരേഷ് ഗോപി നേടിയ ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് കിട്ടിയ വോട്ട് അത്രയും സ്ഥായിയായിട്ട് കൊണ്ടുപോകാൻ കഴിയണം. അപ്പൊ ജോർജ് കുര്യനെ പോലുള്ളവരൊക്കെ ഈ മന്ത്രിസ്ഥാനത്തും ഒക്കെ വരികയും അത് ഈ BJP എന്ന് പറയുന്നത് ഈ ഹൈന്ദവ പാർട്ടി അല്ല എന്നുള്ളത് ഒരു മതേതര സ്വഭാവം ഉണ്ട് എന്ന് എത്തിക്കുകയായിരിക്കും ജോർജ് കുര്യൻ. ഇനി മറ്റൊരു പ്രത്യേകത ഇതിനകത്തുള്ളതെന്ന് പറയുമ്പോൾ 2 മന്ത്രിമാർ, സുരേഷ് ഗോപിയും അതുപോലെ തന്നെ ജോർജ് കുര്യനും, ഈ 2 മന്ത്രിമാർക്കും ഫലത്തിൽ കേരളത്തിൽ എത്തിക്കാൻ കഴിയുന്നത് ഏകദേശം 9 വകുപ്പുകളാണ്, 9 മേഖലകളിലായിട്ട് തന്നെയാണ്. കാര്യം ഇവർ സഹമന്ത്രി സ്ഥാനമുണ്ട്. അതുകൊണ്ട് തന്നെ പല രീതിയിൽ ഇപ്പോൾ സുരേഷ് ഗോപിക്ക് തന്നെ ടൂറിസം ഉണ്ട്, അതുപോലെ തന്നെ പെട്രോളിയം വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ കൃത്യമായി കറക്റ്റ് കണക്കുകൾ പറയുകയാണെങ്കിൽ ഞാൻ അതിനെക്കുറിച്ചൊന്ന് നോക്കുകയായിരുന്നു. ടൂറിസം, സാംസ്കാരികം, ന്യൂനപക്ഷ കാര്യം, പാർലമെന്ററി കാര്യം, പെട്രോളിയം, പ്രകൃതിവാതകം, പഞ്ചായത്ത് രാജ്, മൃഗസംരക്ഷണം, ക്ഷീരവികസനം, ഇങ്ങനെ സമസ്ത മേഖലകളുമായി ഒരുവിധം പ്രധാനപ്പെട്ട സാധാരണക്കാരെ ബാധിക്കുന്ന മേഖലകളിലൊക്കെ തന്നെ ഒരു ഇടപെടൽ നടത്താൻ സാധിക്കും. പ്രത്യേകിച്ച് കേരളത്തെ സംബന്ധിച്ച് ടൂറിസം മേഖലയിലൊക്കെ വലിയ മാറ്റം കൊണ്ടുവരാനായി സുരേഷ് ഗോപിക്ക് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് പെട്രോളിയം മേഖലയിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇടപെടൽ നടത്താൻ സുരേഷ് ഗോപിക്ക് കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെ നേട്ടമായി മാറും. മറുഭാഗത്ത് ഏതെങ്കിലും തരത്തിലുള്ള വിമർശനം നേരിട്ട് കഴിഞ്ഞാൽ അത് വലിയ തോതിൽ തിരിച്ചു കയറി വരാൻ കഴിയാത്ത രീതിയിലുള്ള വലിയൊരു പഴിയിലേക്ക് തന്നെ കടന്നു പോകുക. അതെ, നോക്കിയിരിക്കുന്നുണ്ട്. കാര്യം മുൻപ് തന്നെ ഈ പെട്രോൾ വിലയുമായി ബന്ധപ്പെട്ട് BJP നേതാക്കൾ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ തന്നെ വളരെ ട്രോളായി മാറിയിട്ടുണ്ടായിരുന്നു. അതായത് അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിന് വില കൂടുന്നതനുസരിച്ചിട്ട് നമ്മുടെ മാർക്കറ്റിലും വില കൂടുന്നു എന്ന രീതിയിലൊക്കെ ചില വ്യാഖ്യാനങ്ങൾ വന്നിരുന്നു. അതൊക്കെ ഒന്നുകിൽ പറഞ്ഞു തെറ്റിപ്പോയതോ മനസ്സിലാക്കി തെറ്റിപ്പോയതോ എന്താണ് സംഭവിച്ചതെന്നുള്ളത് അറിയത്തില്ല. പക്ഷേ അതൊക്കെ തമാശകളൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ കൃത്യമായി പറഞ്ഞാൽ 9 or 10 വകുപ്പുകളിൽ നേരിട്ടിടപെടാൻ നമ്മുടെ ഈ 2 മലയാളി കേന്ദ്രമന്ത്രിമാർക്ക് സാധിക്കും. അതിലൂടെ മലയാളികൾക്ക് നല്ല രീതിയിൽ ഒരു പ്രയോജനം ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. കാരണം ഇവർ 2 പേരായതുകൊണ്ട് മാത്രം. ഈ ന്യൂനപക്ഷത്തിന്റെ ഇതും ജോർജ് കുര്യനിൽ വരുന്നുണ്ടല്ലോ. അതെ. ജോർജ് കുര്യൻ നേരത്തെ ന്യൂനപക്ഷ കമ്മീഷന്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു, വൈസ് ചെയർമാൻ ആയിരുന്നിട്ടുള്ളതാണ്. അപ്പൊ അക്കാര്യത്തിൽ ഒരു പരിചയവും അദ്ദേഹത്തിന് ഉണ്ടെന്നുള്ളതാണ്. അപ്പൊ അതെല്ലാം ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് തന്നെ ആയിരിക്കും അത് എടുക്കാവുന്നതാണ്. അപ്പൊ എന്തായാലും എനിക്കൊന്ന് ടൂറിസത്തിന്റെ അകത്തും ഇതുപോലെ വലിയ നേട്ടം കേരളത്തിന് ഉണ്ടാകും. അത് സുരേഷ് ഗോപി കയറിയപ്പോൾ തന്നെ പറയുകയുണ്ടായി, ഒരു ടൂറിസം ശൃംഖല രൂപപ്പെടുത്തും കേരളത്തിന്. സുരേഷ് ഗോപിയെ സംബന്ധിച്ചാണെങ്കിൽ പുള്ളിക്ക് ഒരു അനുഭവ സമ്പത്ത് ഇല്ല എങ്കിൽ പോലും പഠിക്കാൻ തയ്യാറുള്ള നേതാവാണ്. കാര്യങ്ങൾ പഠിച്ച് അത് ഇംപ്ലിമെന്റ് ചെയ്യുക, ഫലവത്താക്കുക, പ്രാവർത്തികമാക്കുക എന്നുള്ള കാര്യത്തിൽ ഒരു വാശിയും കൂടിയുണ്ട്. അങ്ങനെയുള്ള ഒരു വാശിയാണല്ലോ മോദിയുമായിട്ട് കുറെ കാര്യങ്ങൾ അദ്ദേഹത്തെ അടുപ്പിച്ചത്. അതെ, 2014 മുമ്പ് തന്നെ നരേന്ദ്രമോദിയെ പോയി കാണുകയും തന്റെ ഒരു ഇച്ഛാശക്തിയൊക്കെ മോദിയെ ബോധ്യപ്പെടുത്തുകയൊക്കെ ചെയ്തു. അങ്ങനെയാണ് മോദി ഇദ്ദേഹത്തെ ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തത്. അത് നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് കാൻഡിഡേറ്റ്സിന്റെ ലിസ്റ്റ് വന്നപ്പോൾ തന്നെ മോദി ഹാൻഡ് പിക്ക് ചെയ്തിരിക്കുന്ന ചില സ്ഥാനാർത്ഥികൾ, തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ, അതുപോലെ തന്നെ തൃശ്ശൂരിൽ നമ്മുടെ സുരേഷ് ഗോപി, ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ എന്നൊക്കെ പറയുന്നത് പോലെ മോദി തന്നെ ചിലരെ ഓരോ കോണുകളിൽ, തമിഴ്നാട്ടിൽ അണ്ണാമല ഉള്ളതുപോലെ മോദിയും അമിത്ഷായും നദ്ദയും നേരിട്ട് ഇടപെടുന്ന ചില നേതാക്കളുണ്ട്. ചില അവർക്ക് കയ്യെത്തി പിടിക്കാൻ കഴിയാത്ത പോക്കറ്റുകളുണ്ട്. കേരളത്തിലെ പോക്കറ്റ് ഏകദേശം കൃത്യമായി അവർ ഉദ്ദേശിച്ച പ്ലാൻ നടപ്പിലായിട്ടുണ്ട്. അടുത്ത തിരഞ്ഞെടുപ്പോടുകൂടി 1 എന്നുള്ളത് എങ്ങനെ 10 ആക്കാമെന്നുള്ളതാണ് അവർ നോക്കുന്നത്. ഈ BJP ജോർജ് കുര്യനെ ഇറക്കിയിരിക്കുന്നതിനകത്ത് വേറൊരു കാര്യം കൂടിയുണ്ട്. ഈ CPM-കാര് ഈ മുസ്ലിം സമുദായ പ്രകടനം നടത്തുന്നുണ്ട്. അത് പിണറായി വിജയൻ അക്കാര്യത്തിൽ വലിയ തന്ത്രജ്ഞനാണ്.
അത്തരത്തിൽ. പക്ഷേ CPM-ൽ നിന്ന് CPM-ന് അത് ഇത്തവണ വേണ്ട തരത്തിൽ ആ വോട്ടും കിട്ടിയില്ല. കിട്ടിയില്ലെന്ന് മാത്രമല്ല, അത് തിരിച്ചടിച്ചു എന്നുള്ള രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. കാരണം ഏറ്റവും വലിയൊരു അപകടം അവിടെയാണ് പതിയിരുന്നത്. അത് നമ്മുടെ ഇത്തവണ CPI-യും അതുപോലെ തന്നെ P. ജയരാജനും ഒക്കെ ഇതിനെക്കുറിച്ച് ഒരു പരോക്ഷ വിമർശനം നടത്തിയിട്ടുണ്ട്. തുറന്നു പറയുക തന്നെ ചെയ്തു തിരുവനന്തപുരത്തും ആലപ്പുഴയിലും CPI-ക്കാർ. കാരണം മുസ്ലിം പ്രീണനം നടത്തി അതിലൂടെ വോട്ട് സമാഹരിക്കാമെന്നുള്ളൊരു ലക്ഷ്യം അതൊന്ന്. എന്നാൽ അങ്ങനെ ഒരു സമാഹരണം നടത്തി CA അടക്കമുള്ള വിഷയങ്ങൾ കത്തിക്കുന്ന ഒരു സാഹചര്യം വരുമ്പോൾ LDF-ന് സ്ഥിരമായി കിട്ടിക്കൊണ്ടിരിക്കുന്ന ഹിന്ദു വോട്ടുകളുണ്ട്, ക്രിസ്ത്യൻ വോട്ടുകളുണ്ട്. ഇതൊക്കെ തന്നെ പല രീതിയിലേക്ക് സ്കാറ്റർ ചെയ്ത് പോവുക ചെയ്തിരിക്കുന്നത്. അതിൽ ബഹുഭൂരിപക്ഷം വോട്ടുകളും ഇനി രക്ഷ മറ്റൊന്നും ഇല്ല എന്ന് പറഞ്ഞ് UDF-ലേക്ക് പോയെങ്കിൽ ഒരു ചെറിയ വിഭാഗമെങ്കിലും അത് പോയിരിക്കുന്നത് BJP-യിലേക്കാണ്. ആലപ്പുഴയിലെ കാര്യം തന്നെ പരിശോധിക്കുക. 1 ലക്ഷത്തിലധികം വോട്ടിന്റെ ചോർച്ച ഉണ്ടായിട്ടുണ്ടാക്കുക. പ്രത്യേകിച്ചും ആലപ്പുഴ എന്ന് പറയുമ്പോഴത്തേക്ക് കമ്മ്യൂണിസ്റ്റ് ഈറ്റില്ലം കൂടിയാണ്. ആ പ്രദേശത്ത് തന്നെ അവിടെ മുസ്ലിം വോട്ടുണ്ട്. അപ്പൊ ഈ വോട്ടുകൾ എവിടെ പോയി എന്നുള്ളതാണ് ചോദ്യം. അവിടെ മത്സരിച്ചിരിക്കുന്നത് ആരിഫ്, KC വേണുഗോപാൽ, അതുപോലെ തന്നെ ശോഭാ സുരേന്ദ്രൻ. ഈഴവ വോട്ടുകൾ ശോഭയ്ക്ക് കിട്ടി എന്നുള്ള കാര്യം ഏകദേശം ഉറപ്പായിട്ടുണ്ട്. വെള്ളാപ്പള്ളിയുടെ KC-ക്കും കിട്ടി. അപ്പം മറുഭാഗത്ത് നിൽക്കുന്ന ഒരു ന്യൂനപക്ഷ പ്രതിനിധി എന്ന രീതിയിൽ ആരിഫ് ഉണ്ടായിരുന്നെങ്കിൽ പോലും ആരിഫിന് ആ വോട്ട് കിട്ടിയില്ല ഫലത്തിൽ എന്ന് വേണം മനസ്സിലാക്കാൻ. ദയനീയമായ പരാജയമല്ലേ ഉണ്ടായിട്ടുണ്ട്. അതെ. കഴിഞ്ഞ തവണ പിന്നെ ഷാനിമോളും കൂടിയാണ് നിന്നത്. അപ്പൊ ആ മുസ്ലിം സമുദായത്തിലുള്ള വോട്ട് സ്പ്ലിറ്റ് ആയെന്നെങ്കിലും പറയാം. പക്ഷെ ഇത്തവണ അത് ഏകീകരിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ട് പോലും അതിൽ കിട്ടിയ വോട്ട് പോലും സ്പ്ലിറ്റായി മറ്റു ഭാഗങ്ങളിലേക്ക് പോയതാണ്. പിണറായിയുടെ തന്ത്രം വിജയിക്കാതെ പോയി എന്നുള്ളതാണ്. ഈ CPM മുസ്ലിമിന്റെ വോട്ട് മുഴുവൻ സമാഹരിക്കാന്ന് വിചാരിച്ചു, അത് നടന്നില്ല. അപ്പൊ അങ്ങനെ ഉള്ളത് കൊണ്ടാണ് BJP എന്ത് ചെയ്യുന്നത്, ഈ ക്രൈസ്തവ സമൂഹത്തെ മുഴുവൻ ഒരുമിച്ച് നിർത്താനായി നോക്കുന്നത്. ഇനിയിപ്പോ നോക്കിക്കോ, നമ്മുടെ നേരത്തെ പിന്നെ 1-2 വർഷത്തിന് മുമ്പ്, 1 വർഷത്തിന് മുമ്പ് പാംപ്ലാനി പറഞ്ഞ കാര്യം, ഞങ്ങൾക്ക് റബ്ബർ വില ഇത്ര തരൂ, ഞങ്ങൾ നിങ്ങൾക്ക് ഒരു MBA തരാം എന്ന് പറഞ്ഞത്. ഇനി അത് വീണ്ടും അത് ചർച്ച ചെയ്യപ്പെടും എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ആ ക്രൈസ്തവ സമൂഹത്തെ മുഴുവൻ ഇവർ കൂടെ നിർത്തുകയും ചെയ്യും. അത് മാത്രമല്ല, ക്രൈസ്തവ സമൂഹത്തിന് ഒരുപാട് ആവശ്യങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ അവർ ആവശ്യപ്പെടുന്നുണ്ട്. ഈ റബ്ബർ വില, അത് സാധാരണ കർഷകരുടെ കാര്യം വെച്ച് പറയുകയാണ്. കേരളത്തിൽ ഉടനീളം റബ്ബർ വില പ്രാവർത്തികമാക്കണം എന്നുള്ള ഒരു ആവശ്യം എല്ലാ ന്യൂനപക്ഷ വിഭാഗത്തിനും ഇല്ല. കാരണം ചില മേഖലകളിലുള്ള ഒരു പറ്റം കർഷകരുടെ ഒരു ആവശ്യമാണ്. താങ്ങുവില വിഷയം നേരത്തെ ഉന്നയിച്ചത് നമ്മൾ കേട്ടതായിരുന്നു. അതുപോലെ അവർക്ക് വേണ്ടപ്പെട്ട ചില ആവശ്യങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് തുറന്നു പറഞ്ഞിട്ടുണ്ട് പല സാഹചര്യങ്ങളിലും. അത് എടുത്തു പറയുന്നില്ല, സൂചിപ്പിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ ന്യൂനപക്ഷ സമൂഹം അഭിമുഖീകരിക്കുന്ന പല പ്രശ്നങ്ങൾ ഏറ്റവും ഒടുവിൽ തെരഞ്ഞെടുപ്പ് സമയത്ത് ഉയർന്നു കേട്ടാണ് തങ്ങളുടെ മക്കൾക്ക് ഇവിടെ നിൽക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുന്നില്ല. അവർക്ക് വിദേശത്തെ ഒരു സാധ്യത ഉണ്ടാവുന്നു, തൊഴിലവസരമില്ല, വേണ്ടപ്പെട്ട സംവിധാനങ്ങളില്ല, ആരോഗ്യ സംവിധാനമൊക്കെ തന്നെ കുത്തഴിഞ്ഞ് നടക്കുന്നു എന്നുള്ളത് നമുക്ക് അടുത്തിടെ മെഡിക്കൽ കോളേജുകളിൽ സംഭവിച്ച പല സർജറികളിലൂടെയും മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ആരോഗ്യവകുപ്പ് മന്ത്രി തന്നെ എന്ത് ചെയ്യുന്നു എന്നുള്ള ചോദ്യം ഇതിനോടകം തന്നെ പലരും ഉയർത്തി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പല പല പ്രശ്നങ്ങൾ അലട്ടുന്നുണ്ട്. സാക്ഷരതയിലൊക്കെ തന്നെ മുൻപന്തിയിൽ നിൽക്കുന്നെങ്കിൽ പോലും ഇതുപോലുള്ള പ്രഥമ പരിഗണന നൽകേണ്ട പല വിഷയങ്ങളിലും പിന്നോട്ട് തന്നെയാണ് ഇപ്പോഴും കേരളം നിൽക്കുന്നത് എന്നുള്ളത് തുറന്നു പറയേണ്ട ഒരു വസ്തുതയാണ്. അപ്പോൾ രാഷ്ട്രീയ ഭേദമന്യേ രാഷ്ട്രീയമൊക്കെ തന്നെ മാറ്റിവെച്ച് സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ ആദ്യം പറഞ്ഞൊരു കേസ് എയിംസ്, ആദ്യമേ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്ത് സംഭവിച്ചാലും അദ്ദേഹം അത് കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ അതില് എവിടെയാണ് എന്നുള്ള ചോദ്യത്തിനാണ് ഒരു മറുപടി വരുന്നത്. നമ്മുടെ കോഴിക്കോട് MP, പുതിയ MP MK രാഘവൻ, അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് 2 MP-മാരും കൂടെ സഹകരിച്ച് കോഴിക്കോടിന് തന്നെ എയിംസ് തരണമെന്നാണ്. കാര്യം ഇത് ഏത് ജില്ലയിൽ വരുന്നു എന്നുള്ളതാണ് പ്രത്യേകത. ഇവര് പിന്നെ കിനാലൂർ എന്തോ ആണ് കണ്ടിരിക്കുന്നത്. പിണറായി ഒക്കെയാണ് അങ്ങോട്ടേക്ക് നീക്കിയത്. മോദി സർക്കാർ ആദ്യം വന്നപ്പോൾ പറഞ്ഞതാണ്, അന്ന് ഉമ്മൻചാണ്ടിയാണല്ലോ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ എയിംസിനുള്ള സ്ഥലം കണ്ടെത്തുക. ഇത് സ്ഥലം ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ ആരും തയ്യാറല്ല. ഇവിടെ ഈ നെട്ടുകാലത്തേരിയൊക്കെ പറയുകയുണ്ടായി, ഈ കാട്ടാക്കടയ്ക്കുള്ള സമീപമുള്ള. അതിലൊന്നും പിന്നീട് ഇപ്പൊ താണ്ട രാജീവ് ചന്ദ്രശേഖർ ഇവിടെ മത്സരിച്ചപ്പോ പറഞ്ഞല്ലോ, നെയ്യാറ്റിൻകരയിൽ കൊണ്ടുവരാം, നെയ്യാറ്റിൻകരയിൽ IT ഹബ്ബാക്കി തന്നെ ടെക്നോ പാർക്ക് പോലെ കഴക്കൂട്ടം പോലെ മറ്റൊരു സിറ്റിയാക്കി മാറ്റാന്നുള്ള. ഇതൊന്നും അവിടുത്തെ ജനങ്ങളൊന്നും കേട്ടില്ലെന്നുള്ള 16,000 വോട്ട് പറഞ്ഞില്ലേ, പോയില്ലേ. പിന്നെ തരൂരിനെ വീണ്ടും പറഞ്ഞു വിട്ടില്ലേ, തരൂര് വീണ്ടും പഴയതുപോലെ തന്നെ കിടക്കും തിരുവനന്തപുരം. അതിന് യാതൊരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളതാണ്. പിന്നെ ഇതുപോലെ തന്നെ ഈ ക്രൈസ്തവ വോട്ട് സമാഹരിക്കുന്നതിനോടൊപ്പം തന്നെ ഈഴവ സമുദായത്തിന്റെ വോട്ടും BJP-യിലേക്ക് വരുന്നുണ്ട്. അതുപോലെ NSS-ന്റെ കൂടുതലായിട്ട് BJP-യിലേക്ക് അടുക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഇതിനോടൊപ്പം തന്നെ. അപ്പോ എന്തായിരുന്നാലും കേരളത്തിന് ഉപയോഗപ്രദമായ പല പദ്ധതികളും ഇനി ആവിഷ്കരിക്കുമെന്ന് തന്നെയാണ് ഏവർക്കും പ്രതീക്ഷയുള്ളത്. ആ പ്രതീക്ഷകൾ അസ്തമിക്കാതിരിക്കട്ടെ, ആ പ്രതീക്ഷകൾ എല്ലാം പൂവണിയട്ടെ എന്നുള്ള ഒരു പ്രത്യാശ തന്നെയാണ് ഇന്ന് നമുക്കുള്ളത്. ഏറെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ്, പ്രതീക്ഷകൾ മാത്രമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അദ്ദേഹത്തിന് പ്രത്യേകിച്ചും കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപിക്കും അതുപോലെ തന്നെ ജോർജ് കുര്യനും എല്ലാം കഴിയട്ടെ, എല്ലാം വളരെ വേഗത്തിൽ തന്നെ സാധിച്ചെടുക്കാൻ എല്ലാ കരുത്തും ലഭിക്കട്ടെ
എന്ന് തന്നെയാണ് ആശംസിക്കുന്നത്. കേരളത്തിന് ഇനി പുതിയൊരു മുഖം ഉണ്ടാകും എന്ന് തന്നെയാണ് ഇതിലൂടെ പ്രതീക്ഷിക്കുന്നത്.